രോഹിത് ശർമ്മയ്ക്ക് റെസ്റ്റ് കൊടുത്ത് ബുംറ ക്യാപ്റ്റനായിട്ടും ഇന്ത്യൻ ടീമിനെ രക്ഷിക്കാൻ സാധിക്കുന്നില്ല. ഇന്നത്തെ അഞ്ചാമത്തെ ടെസ്റ്റിൽ 185 റൺസിന് ഇന്ത്യ ഓൾ ഔട്ട് ആയിരിക്കുകയാണ്. ഇന്ത്യൻ ആരാധകരും ദേഷ്യത്തിലാണ്. ഇന്നത്തെ ടെസ്റ്റ് കഴിഞ്ഞ് ക്യാപ്റ്റൻ ബുംറ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ബുംറ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: 185 റൺസിൽ ഓൾ ഔട്ട് ആകുമെന്ന് ഞങ്ങൾ കരുതിയില്ല. ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഇന്ന് ബാറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ബൗളറായിട്ട് ഞാൻ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്തു. എല്ലാ ബാറ്റ്സ്മാൻമാരും ഇങ്ങനെ കളിച്ചെങ്കിൽ ഇന്ത്യക്കൊരു 300 റൺസെങ്കിലും എത്തിയേനെ. പക്ഷേ ആരും തന്നെ കളിക്കുന്നില്ല. എനിക്ക് ബൗളിങ്ങിൽ മാത്രമാണ് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കൂ. ഒരു ടീമാകുമ്പോൾ എല്ലാ താരങ്ങളും നന്നായിട്ട് കളിക്കണം, അല്ലെങ്കിൽ ടീം തോൽക്കുമെന്നത് ഉറപ്പാണ്. ഇന്ത്യ 185 റൺസിൽ ഓൾ ഔട്ടായി. അതിലെനിക്ക് സങ്കടമുണ്ട്. കാരണം ഇനി ബൗളിങ്ങിൽ പിടിച്ചാൽ മാത്രമേ ഈ ടെസ്റ്റ് സമനിലയിലെങ്കിലും ആക്കാൻ സാധിക്കൂ. കാരണം ഓസ്ട്രേലിയ മികച്ചവരാണ്. അവരുടെ ബാറ്റിംഗ് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് അഞ്ചാമത്തെ ടെസ്റ്റിൽ എന്ത് ബില്ല് കൊടുത്തും എനിക്ക് ജയിക്കേണ്ടതുണ്ട്. ഞാൻ ക്യാപ്റ്റനായിരിക്കെ ഇന്ത്യൻ ടീം തോൽക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. സീനിയർ താരങ്ങളിങ്ങനെ ഫ്ലോപ്പ് ആവുമ്പോൾ യുവതാരങ്ങൾക്ക് അവസരങ്ങൾ കൊടുക്കണമെന്ന് ജസ്പ്രീത് ബുംറ വ്യക്തമാക്കി. ബുംറ ക്യാപ്റ്റനായിട്ടും ഇന്ത്യൻ ടീമിനെ രക്ഷിക്കാൻ സാധിച്ചില്ല. ഇന്ത്യ 185 റൺസിൽ ഓൾ ഔട്ടായി. രാഹുലും ഗില്ലും കോഹ്ലിയും അടക്കം എല്ലാവരും ഫ്ലോപ്പായി. ഇനി അങ്ങോട്ട് ടെസ്റ്റ് ടീമിൽ യുവതാരങ്ങളായിരിക്കും കളിക്കാൻ പോകുന്നത്. ഓപ്പണിങ്ങിൽ രാഹുലിനെ മാറ്റി സഞ്ജുവിനെ കൊണ്ടുവരണമെന്നാണ് ആരാധകർ പറയുന്നത്. ടെസ്റ്റിൽ ജയ്സ്വാളും സഞ്ജുവും ഓപ്പൺ ചെയ്താൽ മികച്ച രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. അതുപോലെ രോഹിത് ശർമ്മ, കോഹ്ലി ഇവരെയും ടെസ്റ്റ് ടീമിൽ നിന്ന് മാറ്റണമെന്നാണ് ആരാധകർ ആവശ്യപ്പെടുന്നത്. എന്തായാലും ഇന്നത്തെ ടെസ്റ്റ് ഇന്ത്യ തോൽക്കുമെന്നത് ഉറപ്പാണ്. അഞ്ചാമത്തെ ടെസ്റ്റിൽ ഇനി ഇന്ത്യക്ക് പ്രതീക്ഷയില്ല. വരാൻ പോകുന്ന ടെസ്റ്റ് സീരീസിലെങ്കിലും ഇന്ത്യക്ക് ജയിക്കണം. അപ്പോൾ ഇതുപോലെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.